Hey guys, welcome back to our channel. So welcome back to another ഒരു മൂവി റിവ്യൂ ആണ് സുഹൃത്തുക്കളെ. സോ ഗൈസ്, അപ്പോൾ പരാശക്തി മൂവി, ശിവകാർത്തികൻ നായകനാകുന്ന പരാശക്തി മൂവി ഇന്ന് കഴിഞ്ഞ ദിവസം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത് നമ്മുടെ സൂര്യ റിപ്പോർട്ടർ മൂവിയൊക്കെ ചെയ്ത, അതായത് സൂര്യ വെച്ചുകൊണ്ട് സൂര്യ റിപ്പോർട്ടർ മൂവിയൊക്കെ ചെയ്ത സുധാ പൊങ്കറയാണ് പടം ഡയറക്റ്റ് ചെയ്തേക്കുന്നത്. സോ അപ്പോൾ പുള്ളിക്കാരത്തെയും അർജുൻ നടേശൻ ആൻഡ് ഗണേശ ഇവരൊക്കെ ചേർന്ന് സ്ക്രീൻ പ്ലേ എഴുതേക്കുന്നത്. ഡയലോഗ്സും സുധാ കൊങ്കറയും അർജുൻ നടേശൻ പിന്നെ മദൻ കർക്കി, ഷാൻ കറുപ്പ് സ്വാമി ഇവരൊക്കെ ചേർന്നാണ് ഡയലോഗ്സ് എഴുതിയിരിക്കുന്നത്. മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജി വി പ്രകാശാണ്. സിനിമാട്ടോഗ്രാഫി രവി കെ ചന്ദ്രൻ, കിടുക്കൻ സിനിമാട്ടോഗ്രാഫിയാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു. സോ അപ്പോൾ കാസ്റ്റിലേക്ക് വരുവാണെങ്കിൽ ശിവകാർത്തികനുണ്ട്, രവി മോഹൻ അതായത് നമ്മുടെ ജയൻ രവി, പിന്നെ അഥർവ, ശ്രീലീല, പിന്നെ നമ്മുടെ ബേസിൽ ജോസഫ് ഉണ്ട്, റാണ നമ്മുടെ ബാഹുബലിയിൽ റാണ, അങ്ങനെ കുറച്ചധികം കാസ്റ്റുകളെല്ലാം കൂടെ ചേർന്ന് വരുന്നൊരു പടമാണ് സുഹൃത്തുക്കളെ. സോ പടത്തിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ ഇത് ആക്ച്വലി ഒരു ഹിസ്റ്റോറിക്കൽ പൊളിറ്റിക്കൽ ആക്ഷൻ ഡ്രാമ ജോണറിൽ വരുന്നൊരു പടമാണ്. സോ അത് പറയുന്നതിന് മുമ്പ് ഇത് ആക്ച്വലി സൂര്യയും ദുൽഖറും ചെയ്യാനിരുന്ന പടമാണ്. രണ്ടുപേരും ഈ പടം അവർ വേണ്ടാന്ന് വെച്ച്, എന്തിന്? വൈ ബ്രോ വൈ? എന്തിന് വേണ്ടാന്ന് വെച്ചോ? എനിവേ, കമ്മിങ് ടു ദ മൂവി, ശിവകാർത്തികൻ ചെഴിയൻ അല്ലെങ്കിൽ ചെ എന്ന് പറയുന്ന റോളാണ് ചെയ്തിരിക്കുന്നത്. സോ അപ്പോൾ വില്ലൻ റോളാണ് ഇതിനകത്ത് നമ്മുടെ ജയൻ രവി ചെയ്തേക്കുന്നത്. ജയൻ രവി ഒരു വില്ലൻ റോൾ ചെയ്യുന്നു എന്ന് കേട്ടപ്പം നോർമലി ഞാൻ വിചാരിച്ചിരുന്നത് പകുതി വരെ വില്ലൻ വന്നിട്ട് പിന്നീട് മറ്റേ സോഫ്റ്റ് കോർണറൊക്കെ അടിച്ച് പിന്നീട് നന്മമരമായിട്ട് മാറുന്ന ആ ഒരു ടൈപ്പ് ഓഫ് വില്ലൻ ആയിരിക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിച്ചത്. ബട്ട് അങ്ങനല്ല. ഫസ്റ്റ് തൊട്ട് എൻഡ് വരെ ആ ഒരു വില്ലനിസം അല്ലെങ്കിൽ ആ ഒരു കൊടൂരമായ ആ ഒരു വില്ലൻ ആയിട്ട് തന്നെയാണ് പുള്ളി പോയേക്കുന്നത്. ഇഷ്ടപ്പെട്ടു പുള്ളിയുടെ പെർഫോമൻസ്. ഓഫ് ഒരു ഹീറോ മെറ്റീരിയൽസ് ഒക്കെ മാറ്റി വെച്ചുകൊണ്ട് ഒരു ചലഞ്ചിങ് ആയിട്ട് പുള്ളി എടുത്ത് ചെയ്ത് പുള്ളി കിടുക്കിനായിട്ട് ചെയ്തിട്ടുണ്ട്. ശിവകാർത്തികയിലേക്ക് വരുവാണെന്നുണ്ടെങ്കിൽ പുള്ളിക്ക് കൊടുത്ത റോള് പുള്ളി നൈസായിട്ട് ചെയ്തിട്ടുണ്ട്. സൂര്യ ചെയ്തിരുന്നെങ്കിൽ കുറച്ചും കൂടി ഒരു വേറെ ലെവൽ ഓഫ് പെർഫോമൻസ് ആയേനെ, കുറച്ചും കൂടെ ഒക്കെ ഫണ്ട് ഈ പടത്തിലേക്ക് ഇറങ്ങിയേനെ. എന്നുവെച്ചാൽ കുറച്ചും കൂടെ അവർക്ക് മേക്കിങ്ങിൽ കുറച്ചും കൂടെ ഒക്കെ അവർക്കൊരു ഇതവർക്ക് കാണിക്കാൻ പറ്റിയേനെ. ബട്ട് പടം മോശമാണെന്നോ ശിവകാർത്തികൻ്റെ പെർഫോമൻസ് മോശമാണെന്നോ അല്ല അതിൻ്റെ അർത്ഥം. ബട്ട് എന്നാൽ പോലും ഈ ഒരു ക്യാരക്ടർ കുറച്ചും കൂടെ പെർഫോമൻസ് വേണ്ടിയിരുന്ന ഒരു ക്യാരക്ടറാണ്. അല്ലെങ്കിൽ ഈ മൂവിക്ക് കുറച്ചും കൂടെ നല്ല പെർഫോമൻസിനെ വേണമായിരുന്നു. ഇവർ ബോറാണെന്നോ അല്ലെങ്കിൽ ഇവർ ചെയ്തത് മോശമാണെന്നോ അല്ല ഞാൻ പറയുന്നത്, ഇവർ ഡീസൻ്റ് ചെയ്തു. ബട്ട് എന്നാൽ പോലും ഞാൻ പറഞ്ഞത് മനസ്സിലായോ? കുറച്ചും കൂടെ എന്തൊക്കെയോ വേണമായിരുന്നു എന്ന് തോന്നിയിരുന്നു. ഇതിനകത്ത് ഈ ശ്രീലീലയുടെയും ശിവകാർത്തികൻ്റെയും ഈ റൊമാൻസും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് അല്ലെങ്കിൽ കുറച്ചിരുന്നെങ്കിൽ അല്ലെങ്കിൽ അത് ഒഴിവാക്കിയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഈ പടം ബെറ്റർ ആയേനെ. അപ്പം ഇതിനകത്ത് ചർച്ച ചെയ്യുന്ന മെയിൻ വിഷയം എന്ന് പറയുമ്പോൾ ഭാഷയാണ്. അതായത് നമ്മുടെ മെയിൻ ലാംഗ്വേജ് ഹിന്ദി അല്ല, നമുക്കിതാണ് നമ്മുടെ ഭാഷ എന്നുള്ള രീതിക്ക് അവർ ആ ഒരു തമിഴ് കൾച്ചറിൻ്റെ ആ ഒരു വ്യൂ പോയിന്റിൽ നിന്നാണ് ഇവർ സംസാരിക്കുന്നത്. ആക്ച്വലി തമിഴ് മാത്രമല്ല, മലയാളം ആയിക്കോട്ടെ, കന്നഡ ആയിക്കോട്ടെ, തെലുങ്ക് ആയിക്കോട്ടെ, ആ ഓരോ സ്റ്റേറ്റ്സിനും അവരുടേതായിട്ടുള്ളൊരു ഭാഷയാണ് അവരുടെ മെയിൻ ലാംഗ്വേജ്. അല്ലാണ്ട് മറ്റു ഭാഷകളല്ല അവർ മെയിനായിട്ട് സംസാരിക്കേണ്ടത്. ഇംഗ്ലീഷ് അവരുടെ സെക്കൻഡറി ലാംഗ്വേജ് ആണ്, അല്ലെങ്കിൽ മറ്റു ഭാഷകൾ അവരുടെ സെക്കൻഡറി ലാംഗ്വേജ് ആണ് എന്നുള്ള രീതിക്ക് അവർ അത് എടുത്ത് കാണിക്കുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ഒരു ഇത് പറയുന്നതാണ് ഈ പടം മുന്നോട്ട് വെക്കുന്നത്. നമ്മുടെ നാട്ടിൽ ആക്ച്വലി ഇപ്പോഴും ഉണ്ട് ചില കാര്യങ്ങൾ, അത് റൂളാണ്, അത് നിങ്ങൾ അനുസരിച്ചേ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ നിങ്ങൾ അനുസരിക്കണം എന്നുള്ള കുറച്ച് കാര്യങ്ങൾ. സോ അപ്പോൾ ഈ മൂവി കാണുമ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഇതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇങ്ങനൊരു ഒരു പ്രൊട്ടസ്റ്റ് ചെയ്യേണ്ട കാര്യമുണ്ടോ, അല്ലെങ്കിൽ ഇതിനെതിരായിട്ട് നിൽക്കേണ്ട കാര്യമുണ്ടോ, അതങ്ങ് ജസ്റ്റ് അങ്ങ് യൂസ്ഡായിട്ട് പോയാൽ പോരെന്നൊക്കെ നമുക്ക് തോന്നും. പക്ഷേ കുറേ കൂടെ കഴിയുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ മൂവി കുറച്ചും കൂടെ ഒക്കെ ആയി കഴിയുമ്പോഴത്തേക്ക് ഇവരെന്താ പറയുക, ഈ ഒരു സാധനം അണ്ണാക്കിലോട്ട് വെച്ച് തരത്തില്ല. അതായത് നിങ്ങളിത് ചെയ്തേ ഒക്കത്തുള്ളൂ, പറഞ്ഞേ ഒക്കത്തുള്ളൂ. അവിടെ എത്തുമ്പോഴാണ് എന്തിന് നമുക്ക് അങ്ങനെ ഫോഴ്സ്ഫുള്ളി നമുക്ക് ഈ ഒരു സാധനം തരണം? നമുക്ക് ആ ഒരു സാധനം നമുക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമ്മൾ റിസീവ് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ അതുമായിട്ട് മുന്നോട്ട് പോകും. ബട്ട് ഫോഴ്സ്ഫുള്ളി ചില കാര്യങ്ങൾ നമ്മളിലേക്ക് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യത്തില്ലേ? അതായത് ഈ ഹിന്ദി ലാംഗ്വേജ് അങ്ങനെ ആൾക്കാർ എന്താ പറയുക, മറ്റേ നമ്മളിലേക്ക് അടിച്ചേൽപ്പിക്കുന്നു എന്നുള്ള ഒരു സാധനം വരുമ്പോഴത്തേക്ക് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യുന്ന ഒരു ക്യാരക്ടറിനോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് കുറച്ച് പീപ്പിൾസിൻ്റെ ഒക്കെ സ്റ്റോറി പറയുന്ന സാധനമാണ്. ഇറ്റ്സ് എ നൈസ് മൂവി. ആൻഡ് എൻ്റെ ഒരു കാഴ്ചപ്പാട് വെച്ച് നോക്കുകയാണെങ്കിൽ എനിക്കൊരു പേഴ്സണലി ഒരു വൺ ടൈം വാച്ചബിൾ മൂവി ആയിരുന്നു ഇത്. പെർഫോമൻസ് വൈസ് വെച്ച് എല്ലാവരും നല്ല കിടക്കും പെർഫോമൻസ് ആണ് തന്നിരിക്കുന്നത്. ബട്ട് കുറച്ചും കൂടെ ബെറ്റർ പെർഫോമൻസ് വേണ്ടിയിരുന്ന ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ പെർഫോമൻസ് വേണ്ടിയിരുന്ന ഒരു മൂവിയാണിത്. സോ ആ ഒരു കാഴ്ചപ്പാട് നോക്കുന്നത് കൊണ്ടും
ഒക്കെയാണ് എനിക്ക് ഈ ഒരു മൂവി ഒരു വൺ ടൈം വാച്ചബിൾ ആയിട്ട് തോന്നിയത്. ഡീസെൻസീവ് ആയിട്ടുള്ള മേക്കിംഗ് കാര്യങ്ങളും ഒക്കെയാണ്. ലാസ്റ്റ് ഒരു ട്രെയിൻ ഫൈറ്റ് സീക്വൻസ് ഒക്കെ ഉണ്ട്. ആക്ച്വലി എനിക്ക് അത്രയ്ക്കും ഇങ്ങോട്ട് എനിക്കൊരു സുഖമായിട്ട് തോന്നിയില്ല. ബട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ഇറ്റ്സ് എ നൈസ് മൂവി, വൺ ടൈം വാച്ചബിൾ മൂവി ആയിട്ട് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. പിന്നെ നിങ്ങൾ എന്തായാലും തിയേറ്ററിൽ പോയി കാണുക. പിന്നെ ജനനായകൻ്റെ കാര്യമൊക്കെ നിങ്ങൾ എന്തായാലും അറിഞ്ഞു കാണുമല്ലോ. ഇനിയിപ്പം 21-ാം തീയതി സംതിങ് എന്തോ ആണ് വിധിയല്ല ഹിയറിങ് നടക്കാൻ പോകുന്നത്. ഓൾമോസ്റ്റ് US സർട്ടിഫിക്കറ്റ് കിട്ടുന്ന രീതിക്കെല്ലാം ആയതാണ്. ബട്ട് വീണ്ടും കേസ് ഫയൽ ചെയ്തു. സോ അതിൻ്റെ ഹിയറിംഗ് ആണ് 21st. ഒരു മൂവിയാണേ, ആ മൂവിക്ക് എന്തിനാണ് ചുമ്മാ അതൊക്കെ ഒരു ഇത് ഈ നാട്ടിൽ വേറെ എന്തെല്ലാം ഊളപ്പടങ്ങൾ ഇറങ്ങുന്നു. ആ പടങ്ങൾക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല. യുനോ എന്തെല്ലാം കാര്യങ്ങൾ കാണിക്കുന്ന പടങ്ങൾ നാട്ടിൽ ഇറങ്ങും. അതൊന്നും സെൻസർ ബോർഡിൻ്റെ മുന്നിൽ ഒന്നൊരു പ്രശ്നമേ അല്ല. ഈ പടമാണ് അല്ലെങ്കിൽ ഇതൊരു പ്രശ്നമാണ് അവർക്ക്. എന്തോ എങ്ങനെ എന്താണെന്ന് അറിയത്തില്ല. എനിവേ 21st അറിയാം ജനനായകൻ്റെ കാര്യം എന്താണ്. ബട്ട് എങ്ങനെയൊക്കെ അവർ പടം ഇറക്കണം, അതാണ് വേണ്ടത്. അല്ലാതെ ചുമ്മാ ഒരു പൊളിറ്റിക്കലായിട്ടുള്ള ഒരു രീതിക്കോട്ട് മുന്നോട്ട് വന്നു, അല്ലെങ്കിൽ പുള്ളി ഒരു പൊളിറ്റിക്കൽ പാർട്ടി തുടങ്ങി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പടത്തിനെയൊക്കെ എന്തിനാ വരുന്നത്? പടത്തിനെ പടമായിട്ട് കാണടേ ചുമ്മാ. സോ അപ്പോൾ എനിവേ അതാണ് പരാശക്തി എന്ന് പറഞ്ഞ മൂവിയെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്. സോ അപ്പോൾ കണ്ടില്ലാത്തവരാണെങ്കിൽ എന്തായാലും പോയി കാണുക. കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ രേഖപ്പെടുത്തുക. സോ കേസ് മാത്രമേ ഉള്ളൂ. ടാറ്റ, ബൈ ബൈ.